സ്വന്തം പാർട്ടി ഭരിക്കുമ്പോൾ പാർട്ടിക്ക് വേണ്ടി ഇൻകിലാബ് വിളിച്ചവരെ കൂട്ടത്തോടെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടത്. നിരപരാധികളായ പ്രവർത്തകർക്ക് പോലും തലശ്ശേരിയിൽ ജീവിക്കാൻ കഴിയുന്നില്ല. 80ഓളം പേർക്കെതിരെ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. കുട്ടിമാക്കുൾ സ്വദേശി സഹദേവൻ അടക്കം 2 പേരെയാണ് ഇതുവരെ പിടികൂടാനായത്. ബാക്കിയുള്ളവർ ഒളിവിലാണെന്ന് പോലീസ് പറയുന്നു. അതേസമയം കാവിൽ സംഘർഷത്തിനിടെ തർക്കം പരിഹരിക്കാൻ ഇടപെട്ടവരെയും പോലീസ് കേസിൽ പെടുത്തിയെന്നാണ് CPM പ്രാദേശിക നേതൃത്വത്തിന്റെ വാദം. അതായത് ചർച്ചയ്ക്ക് പോയവരും പ്രതികളായി. മണോളിക്കാവിൽ ഉത്സവത്തിനിടെ വ്യാഴാഴ്ച പുലർച്ചെ സംഘർഷം തടയുന്നതിനിടെ SI ഉൾപ്പെടെ പോലീസുകാരെ CPM പ്രവർത്തകർ ആക്രമിച്ചിരുന്നു. 27 പേർക്കെതിരെ തലശ്ശേരി പോലീസ് കേസെടുത്തു. വൈകിട്ട് മണോളിക്കാവിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് സംഘം കേസിലെ 1-ാം പ്രതിയും റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളുമായ ദിബിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വാഹനത്തിൽ കയറ്റി. പിന്നാലെ സ്ഥലത്ത് സംഘടിച്ച CPM പ്രവർത്തകർ ഉദ്യോഗസ്ഥരെ തടഞ്ഞു. പ്രതിയെ ബലമായി പിടിച്ചിറക്കി കൊണ്ടുപോയി. SI ഉൾപ്പെടെയുള്ളവരെ ഗേറ്റിനുള്ളിൽ പൂട്ടിയിട്ടു. ഇത് പോലീസിനെ പ്രകോപിപ്പിച്ചു. ഉത്സവം നടക്കുന്നതിനാലും സ്ത്രീകൾ ഉൾപ്പെടെ വലിയ ആൾക്കൂട്ടം സ്ഥലത്തുണ്ടായിരുന്നതുകൊണ്ടും പോലീസ് കൂടുതൽ ബലപ്രയോഗത്തിന് തുനിയാതെ പിൻവാങ്ങി. തടഞ്ഞ CPM പ്രവർത്തകരിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പിന്നാലെയാണ് കലാപശ്രമത്തിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുൾപ്പെടെ കേസെടുത്തത്. പോലീസുകാരെ കൊല്ലുമെന്ന് CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയെന്നാണ് FIR. എഴുന്നള്ളിപ്പിനിടെ CPM പ്രവർത്തകർ ഇൻകിലാബ് മുദ്രാവാക്യം വിളിച്ചതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായതെന്നാണ് പോലീസ് കേസ്. കേരളം ഭരിക്കുന്നത് ഞങ്ങളെന്നും കളിച്ചാൽ തലശ്ശേരി സ്റ്റേഷനിൽ ഉണ്ടാകില്ലെന്ന് ഭീഷണി മുഴക്കിയായിരുന്നു ബുധനാഴ്ചയിലെ ആക്രമണമെന്നും FIR-ലുണ്ട്. പിന്നാലെയാണ് കസ്റ്റഡിയിലെടുക്കാൻ എത്തിയപ്പോഴുള്ള അതിക്രമവും. എല്ലാം CPM-കാരെന്ന് പോലീസ് പറയുന്നെങ്കിലും CPM തള്ളുന്നു. CPM ഭരണത്തിൽ പോലീസിനും രക്ഷയില്ലാതായെന്ന് കോൺഗ്രസും BJP-യും പ്രതികരിച്ചു. തലശ്ശേരിയിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം കനക്കുകയാണ്. തലശ്ശേരിയിൽ കൃത്യമായ വിവരങ്ങൾ പിണറായിക്ക് ലഭിക്കുന്നുണ്ട്. മണോളിക്കാവിലെ പുതിയ സംഭവവികാസങ്ങൾ P. ജയരാജനും EP ജയരാജനും മുതലെടുക്കുമോ എന്ന സംശയം പിണറായിക്കുണ്ട്. ഒരു കാലത്ത് കണ്ണൂർ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ച മൂവർ സംഘമാണ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും EP ജയരാജനും. ലോകത്തെ പല രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത്തരം സംഘങ്ങൾ ഉണ്ടായിരുന്നു. ഉദാഹരണമായി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു കാലത്ത് നിയന്ത്രിച്ചിരുന്നത് 4 സംഘമായിരുന്നു. പാർട്ടിയിൽ ആരാലും ചോദ്യം ചെയ്യാത്ത സർവ്വ സൈന്യാധിപന്മാരായിരുന്നു ഇവർ. പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിക്കാൻ മുന്നിട്ടിറങ്ങിയ നേതാക്കൾ. പാർട്ടിയിൽ വിഭാഗീയത പ്രതിസന്ധി നേരിട്ടപ്പോഴെല്ലാം ഒന്നിച്ചു നിന്ന് എതിർത്ത പോരാളികൾ. അതിൽ പിണറായിക്ക് ഇടവും വലവും നിന്ന് പട നയിച്ചവരിൽ പ്രധാനിയാണ് EP ജയരാജൻ. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP-ക്ക് പുറത്തേക്കുള്ള വഴി തുറന്നത് CPM-ന്റെ കണ്ണൂർ കോട്ടയിലുണ്ടാക്കിയ വിള്ളൽ ചെറുതല്ല. P. ജയരാജൻ ഇതിനു മുമ്പ് തന്നെ പിണറായിയുടെ എതിർപക്ഷത്തായിരുന്നു. കോടിയേരിയാണെങ്കിൽ ജീവിച്ചിരിപ്പുമില്ല. പരസ്പരം സഹായിച്ചും സഹകരിച്ചുമാണ് മൂവർ സംഘം വലിയ രാഷ്ട്രീയ മുന്നേറ്റം നടത്തിയത്. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ ആകെ ഇവർ ജീവിതം കൊണ്ട് തിരസ്കരിച്ചുവെങ്കിലും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ചാണ് ചോദ്യങ്ങൾക്ക് മറുപടികൾ നൽകിയത്. പിണറായിയും കോടിയേരിയും EP ജയരാജനും സഹോദരങ്ങളെ പോലെ പ്രവർത്തിച്ചു. പാർട്ടിക്കെതിരെ ഉയർന്ന എല്ലാ വിമർശനങ്ങളെയും സംഘബലം കൊണ്ട് പ്രതിരോധിച്ചു. CMP-ക്കും MV രാഘവനുമെതിരായ യുദ്ധത്തിൽ അടർക്കളത്തിൽ ഇറങ്ങി പോരാടിയാണ് ഇവർ കണ്ണൂരിൽ നിലയുറപ്പിച്ചത്. അതിൽ മൂവരും ഒറ്റക്കെട്ടായിരുന്നു. രാഘവനെ പുറത്താക്കിയും CMP-യെ തൂത്തെറിഞ്ഞും പാർട്ടിയിൽ ശുദ്ധികലശം നടത്തി. CITU വിഭാഗവും VS-ഉം തമ്മിലുണ്ടായിരുന്ന വടംവലി VS-നൊപ്പം നിന്നു. വലതുപക്ഷ വ്യതിയാനത്തിനെതിരെ VS വിമർശനമുയർത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ തന്ത്രങ്ങളെയും മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ കണ്ണൂർ പടയ്ക്ക് കഴിഞ്ഞു. EP കേരളം മുഴുവൻ സഞ്ചരിച്ചാണ് VS-നോടൊപ്പം നിന്ന് നേതാക്കളെ മറുകണ്ഠം ചാടിച്ചത്. അങ്ങനെ പിണറായി വിജയന് പാർട്ടി പിടിച്ചുകൊടുത്ത നേതാവാണ് EP. എന്നാൽ അതേ EP പിന്നീട് പിണറായി തള്ളി. അതും അധികാരത്തിൽ മറിമറന്ന്. പാർട്ടിയിൽ VS ക്രമേണ ഒറ്റപ്പെട്ടു. VS-നൊപ്പം നിന്നവരിൽ പലർക്കും അധികാര സ്ഥാനങ്ങൾ പങ്കുവച്ചു. പുത്തൻ പണക്കാരുമായുള്ള സൗഹൃദം പുതിയ കാലത്തെ പാർട്ടി വികസനത്തിന് ആവശ്യമാണെന്ന് വ്യക്തമാക്കി. ലോകം മാറുമ്പോൾ കട്ടൻ ചായയും പരിപ്പുവടയും അല്ല സഖാക്കൾ കഴിക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തി. പാർട്ടി സംവിധാനത്തെ അടിമുടി പുതുക്കി പണിതു. മൂവർ സംഘം പാർട്ടി സെന്ററിന്റെ അധിപന്മാരായി. പാർട്ടിയിൽ വലതുപക്ഷ വ്യതിയാനം ആരോപിച്ച TP ചന്ദ്രശേഖരന്റെ തല പൂക്കുല പോലെ തെറിച്ചു. അത് വിമർശനമുയർത്തുന്ന സഖാക്കൾക്ക് പാഠമായി. ഉൾപാർട്ടി ജനാധിപത്യം ഉൾക്കരുത്താക്കി VS വെറുക്കപ്പെട്ടവനെന്ന മുദ്രകുത്തിയവർക്കെതിരെ പാർട്ടി ആസ്ഥാനത്തേക്ക് പ്രവേശനം ലഭിച്ചു. പ്രത്യയശാസ്ത്രം പഠിച്ചും പഠിപ്പിച്ചും പോന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ മൂലയിലായി.